AR റഹ്മാനും ഭാര്യയും വേർപിരിയാണ്. വിവാഹ മോചനം നടത്തുകയാണ്, വിവാഹ ബന്ധം വേർപിരിയാണ്. ആ വാർത്തകളാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലുള്ള ഗോസിപ്പ് വാർത്തകളും വരുന്നുണ്ട്. AR റഹ്മാന് മറ്റൊരു ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതില്ല എന്ന് അഭിഭാഷക കൃത്യമായി സമൂഹത്തോട് പറഞ്ഞു. അപ്പൊ ഏതൊക്കെ രീതിയിൽ വാർത്ത കൊണ്ടുവരാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ശ്രമിക്കുന്നുണ്ട്. കൂട്ടത്തിലുള്ള ഒരു വാർത്ത ഇസ്ലാമിന്റെ കുറ്റ ഇതിപ്പോ ഇസ്ലാമിന്റെ കുറ്റാന്നാ പറയുന്നത് ചില ആളുകൾ. അത് പിന്നെ ഒരു മനസ്സുഖാണല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മഞ്ജു വാര്യരും ദിലീപും വേർപിരിഞ്ഞിട്ടുണ്ട്. മനോജ് കേജനും ഉർവശിയും വേർപിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സിനിമാ മേഖല എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഈ രീതിയിൽ വേർപിരിഞ്ഞിട്ടുണ്ട്. ആരും അവരുടെ മതത്തിന്റെ കുറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. രണ്ട് വ്യക്തികൾ മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥ, ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥ വരുമ്പോൾ അവർ വേർപിരിയുന്നു എന്നല്ലാതെ ഇതിൽ വേറെന്താ? പിന്നെ മാത്രമല്ല, നിങ്ങളവർക്ക് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇപ്പോ ഇത് AR റഹ്മാന്റെ ഭാര്യ എടുത്ത തീരുമാനമാണെന്ന് പറയുന്നത്. അവിടെയാണ് ഇസ്ലാമിന്റെ ഒരു പ്രസക്തി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ ഒഴിവാക്കാനുള്ള അവകാശമുണ്ട് എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഈ ഈക്വാലിറ്റിയെ കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇസ്ലാം ഇതിന്റെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഭർത്താവിന്റെ കീഴിൽ അടിമപ്പെട്ടുകൊണ്ടല്ല ഒരു ഭാര്യ നിൽക്കേണ്ടത്. ഭർത്താവ് ഭാര്യയോട് എത്രത്തോളം കടമപ്പെട്ടിരിക്കുന്നു, എത്രത്തോളം സംരക്ഷിക്കണം, എത്രത്തോളം ബഹുമാനിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായി പറഞ്ഞ ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. തിരിച്ചും ഭാര്യയ്ക്കുള്ള കടമകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായി അത് അവതരിപ്പിച്ചു. മാത്രമല്ല, ഇനി മുന്നോട്ട് പോകൂല എന്നുണ്ടെങ്കിൽ ഇപ്പൊ AR റഹ്മാന്റെയും ഭാര്യയുടെയും ഒക്കെ കാര്യത്തിൽ അവരെല്ലാ രീതിയിലും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അവരുടെ എഴുത്തുകളിൽ നിന്ന്, അവരുടെ ആ വിശദീകരണങ്ങളിൽ നിന്ന്, ട്വീറ്റിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയൊക്കെ ഇതിൽ നിന്ന് മാറ്റം വന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതിന്റെ പല രീതിയിലുള്ള പരിശ്രമങ്ങൾ അവർ നടത്തി. അവസാനം ഇത് മുന്നോട്ട് പോവില്ല, രണ്ടുപേരും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യം രണ്ടുപേർക്കും ബോധ്യപ്പെട്ട് അവരുടെ സ്വകാര്യതകളെ മുഴുവനും സംരക്ഷിച്ചുകൊണ്ട് രണ്ടാളും ഒരേ രീതിയിൽ തീരുമാനമെടുത്തുകൊണ്ട് വേർപിരിയുന്നതിനെ നമുക്ക് എങ്ങനെ ഒരു മതത്തിന്റെ മോശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിലേക്ക് ചാപ്പയടിക്കാൻ പറ്റും? പിന്നെ ഒരു മനസ്സുഖാണ് ഇസ്ലാമിനെ പറയുമ്പോൾ, അത്തരത്തിലൊരു മനസ്സുഖം കിട്ടുമെന്നല്ലാതെ യഥാർത്ഥത്തിൽ അവര് ഭാര്യ മുൻകൈ എടുത്തുകൊണ്ടാണ്, ഭാര്യയാണ് അത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് പുറത്തു വരുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോ രണ്ടാൾ കൂടിയിട്ടാണെങ്കിലും അതിനൊരു ഓപ്ഷൻ ഇസ്ലാം വെച്ചിട്ടുണ്ടല്ലോ, അതനുസരിച്ചുകൊണ്ട് അവർ വേർപിരിയുന്നു. AR റഹ്മാന്റെ ട്വീറ്റിൽ തന്നെ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ സിംഹാസനം ഈ ഒരു വിഷയത്തിൽ വിറകൊള്ളുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ ആ പ്രയാസകരമായ ഒരു അവസ്ഥയെക്കുറിച്ച്, അവരുടെ വേർപിരിയലിന്റെ ആ ഒരു ഗൗരവത്തെക്കുറിച്ചൊക്കെ കൃത്യമായി ബോധ്യം വന്നുകൊണ്ട് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധത്തിൽ അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് രണ്ട് വ്യക്തികൾ തമ്മിൽ എടുക്കുന്ന തീരുമാനമാണ് എന്നുള്ള ആ ഒരു സാമാന്യ ബോധത്തോടു കൂടി നമ്മൾ ഇതിൽ പെരുമാറണം. AR റഹ്മാൻ ലോകപ്രശസ്തനായ ഗായകനാണ്, സംഗീതജ്ഞനാണ്. അത്രയും വലിയ ഹൈപ്പുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതം രണ്ടുപേരും ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിയുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലും അവരുടെ ഇടയിലെ സ്വകാര്യതയെ സൂക്ഷിച്ചുകൊണ്ട് അവർ വളരെ മാന്യമായിട്ടാണല്ലോ ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ. ഇപ്പൊ കുറെ ചാനൽ വന്നിരുന്നിട്ട് പറയാണ് AR റഹ്മാൻ കോടിക്കണക്കിന് സ്വത്തുണ്ട്, അങ്ങനെയെങ്കിൽ ഭാര്യയ്ക്ക് എന്ത് കൊടുക്കും, ഭാര്യ അത് പിടിച്ചു വാങ്ങുമോ, AR റഹ്മാൻ ആകെ തകരുമോ, AR റഹ്മാൻ കോടതി കയറേണ്ടി വരുമോ, ഇങ്ങനെയുള്ള ഭയങ്കരമായ ആശങ്ക. അവർക്ക് രണ്ടു പേർക്കും ഇല്ലാത്ത ആശങ്ക നമുക്കെന്തിനാ? രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ രീതിയിലും പരിശ്രമിച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് രണ്ടുപേർക്കും മനസ്സിലായിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ മാന്യമായിട്ട് രണ്ടുപേരും വേർപിരിയാൻ തീരുമാനിച്ച ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു ആകാംക്ഷ, നമ്മുടെ ഒരു വിഭ്രാന്തി എന്തിന്റെ പേരില്ല? പിന്നെ ഇവിടെ നിന്ന് ചർച്ച ചെയ്യാണ് ഇത് ഇസ്ലാമിന്റെ കുറ്റമാണ്, AR റഹ്മാൻ നാളെ കോടതി കയറേണ്ടി വരും, AR റഹ്മാന്റെ കോടിക്കണക്കിനുള്ള സ്വത്ത് കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോസിപ്പുകൾ സൃഷ്ടിക്കുക. അതേപോലെ തന്നെ AR റഹ്മാന്റെ ബേസ് ഗിറ്റാറിസ്റ്റായ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് കഥകൾ ഉണ്ടാക്കുക. എന്നിട്ട് അത് അഭിഭാഷക വന്നിട്ട് അതില്ല എന്നുള്ള വളരെ കൃത്യമായ കാര്യം പൊതുസമൂഹത്തിനോട് പറയേണ്ടി വരിക.
ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര വലിയ ആളുകളാണെങ്കിലും അവർ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു, ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇരു വ്യക്തികൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ മാന്യമായി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വളരെ മാന്യമായി ഒരു വേർപിരിയലിന്റെ എല്ലാ രീതിയിലുള്ള കടമകളും നിർവഹിച്ചുകൊണ്ട് അതിന്റെ അതേ റൂട്ടിൽ തന്നെ അതിനെ മനസ്സിലാക്കി കൊണ്ട് തന്നെ അവർ വേർപിരിയുമ്പോൾ അതിനെ ആ നിലക്ക് തന്നെ കണ്ടുകൊണ്ട് അവരതൊരു അനിവാര്യ ഘട്ടത്തിൽ എടുത്ത തീരുമാനമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം കാഴ്ചപ്പാടുകളിലൂടെയാണ് പൊതുസമൂഹം മുന്നോട്ട് പോകേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, പിന്നെ മതത്തിന്റെ പേരിൽ ചാപ്പയടിക്കുന്ന ആളുകളും ഈ ഇസ്ലാമിനെ കുറിച്ചൊന്ന് പഠിക്കുന്നത് വിവാഹ മോചനവുമായി ബന്ധപ്പെട്ടും വിവാഹവുമായി ബന്ധപ്പെട്ടൊക്കെ ഇസ്ലാമിനെ കുറിച്ചൊന്ന് പഠിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.